മിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടുത്തെ ഒരു കഥ പറയാണ്. ഒരു മുക്കുവൻ മഞ്ചിയുമായിട്ട് കടലിലേക്ക് പോവാണ് മീൻ പിടിക്കാനായിട്ട്. പെട്ടെന്ന് കാലാവസ്ഥ പ്രതികൂലമായി ഭയങ്കര വലിയ തിരകളൊക്കെ വന്നു. പിന്നെ ആൾ പേടിയായി. പക്ഷെ ആള് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നോക്കിയപ്പോൾ കാണാനില്ല. ആൾ പിന്നെ എങ്ങനെയൊക്കെ വഞ്ചി തുഴഞ്ഞ് ഒരു ദ്വീപിൽ നിന്ന് പെടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആള് വിഷമിക്കുന്നുണ്ട്, വീട്ടുകാരെ പറ്റി ഓർക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ വന്നു പോയത് അല്ലെങ്കിൽ വഞ്ചി മിസ്സായത് അല്ലെങ്കിൽ ആളെ കുറ്റപ്പെട്ടു പോയത് അതിനെപ്പറ്റി ആൾ വിഷമിക്കുന്നുണ്ട്, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയാലോ അല്ലെങ്കിൽ എന്തായാലും വിധിയെ പറ്റി അവർക്ക് വിഷമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആളവിടെ ചെന്ന് അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ ആൾ വിചാരിച്ചു വൈകുന്നേരം അവരൊക്കെ ഒരുപാട് തണുപ്പൊക്കെ ആവും. അപ്പോൾ ആള് ഒരു കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കുടിയിലുണ്ടാക്കി അവിടെ തീ കായാൻ തുടങ്ങുകയാണ് തണുപ്പിൽ രക്ഷപ്പെടാനായിട്ട്. അത് വീട്ടുകാരെയൊക്കെ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആൾ പതുക്കെ മയങ്ങിപ്പോയി. പക്ഷെ തീ പടർന്ന് പിടിച്ച് ചൂട് കൂടിയപ്പോഴാണ് ആൾ ഓർക്കുന്നത് കുടിയിൽ തീ പിടിച്ചു. അപ്പോൾ ആൾ വേഗം പുറത്തിറങ്ങി. എന്നിട്ട് വീണ്ടും വിഷമിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു താമസിക്കാനൊരു ഷെൽട്ടർ ഉണ്ടാക്കിയപ്പോൾ അതും കൂടി നഷ്ടപ്പെട്ടില്ലോ എന്ന് ഓർത്ത് ആൾ ദൈവത്തെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്, സ്വന്തം വിധിയോ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ആൾ അങ്ങനെ കഴിച്ചിട്ടുള്ള സമയത്ത് ഒരു കപ്പല് ദ്വീപിലേക്ക് വരുന്നത് അയാൾ കാണാണ്. അപ്പോൾ അയാൾ വിചാരിക്കും ആരെ കാണാനാണ് ഈ കപ്പൽ ആരന്വേഷിച്ചാണ് ഈ കപ്പൽ ഇവിടെ കിടക്കുന്നതെന്ന് വിചാരിക്കുകയാണല്ലോ. ആളവിടെ കപ്പലെടുത്ത് കഴിയുമ്പോൾ ഓടിച്ചെന്ന് ആ കപ്പത്താരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവിടേക്ക് വരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വരണതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കപ്പിത്താൻ പറയാണ്, ഇന്നലെ രാത്രിയിൽ കടലിലൂടെ പോകുമ്പോൾ ഒരു വലിയ തീ കോളം കണ്ടു. അപ്പോൾ കപ്പിത്താൻ വിചാരിച്ചു ആരോ രക്ഷയ്ക്ക് വേണ്ടി തീ കൂട്ടിയിട്ട് സിഗ്നൽ കൊടുക്കുകയാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് അയാൾ കപ്പലടുപ്പിക്കുന്നത്, ദ്വീപിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ അയാൾക്ക് സന്തോഷമായി. ശരി, ആൾക്ക് രക്ഷപ്പെടാനൊരു മാർഗം കിട്ടി. പക്ഷേ ആൾ അത്രയും നേരെ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ കുടിലും കൂടി നഷ്ടപ്പെട്ടതിന് ഓർക്കുന്നത്. പക്ഷെ ദൈവം അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് ഒരുക്കായിരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അതിനൊക്കെ കാലതാമസം വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ വിധിയോ കുറ്റപ്പെടുത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ കാത്തിരിപ്പ് ഒരു നല്ല